സ്വാതന്ത്ര്യം പ്രാപിച്ചിട്ട് 78 വർഷം തികയുകയാണ്. ഇന്ത്യ എന്ന ഏറ്റവും വലിയ രാഷ്ട്രത്തിന്റെ ഭാഗമാകാനും ഈ രാജ്യത്തിന്റെ വ്യത്യസ്തമായിരിക്കുന്ന അനുഭവങ്ങളിൽ ജീവിക്കുവാനും വൈവിധ്യമാർന്ന ഈ സംസ്കാരത്തിന്റെ ഭാഗമാകുവാനും ഒക്കെ നമുക്കുണ്ടായ ഭാഗ്യം വലുതായിട്ട് തന്നെയാണ് നാം കണക്കാക്കിയിരിക്കുന്നത്. ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ കഴിയാവുന്ന ഏറ്റവും വലിയ നേട്ടങ്ങളുടെ നെറുകയിലാണ് ഇന്ന് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ഏറ്റവും ശൂന്യമായ ഇടങ്ങളിൽ നിന്ന് ഇന്ത്യ എന്ന മഹാരാജ്യം അതിൻ്റെതായ നിലവാരത്തിൽ മറ്റ് രാജ്യങ്ങളോട് കിടപിടിക്കുമാറ് ഏറ്റവും ഉന്നതമായിരിക്കുന്ന അനുഭവങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് ഓരോ ഭാരതീയനും ഓരോ ഇന്ത്യക്കാരനും അഭിമാനം കൊള്ളാൻ കഴിയുന്ന നല്ല മുഹൂർത്തങ്ങൾ തന്നെയാണ്. നമ്മൾ സാമ്പത്തികമായും അതോടൊപ്പം തന്നെ സാമൂഹ്യമായും ശാസ്ത്രീയപരമായിട്ടുമൊക്കെ ടെക്നോളജിയിലുമൊക്കെ ഉന്നതമായിരിക്കുന്ന നിലവാരങ്ങളിൽ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് നമുക്ക് അഭിമാനകരമായിരിക്കുന്ന നേട്ടങ്ങൾ തന്നെയാണ്. സ്വാതന്ത്ര്യത്തിന്റെ 78ാമത്തെ വാർഷികം ആഘോഷിക്കുമ്പോൾ നാം വാസ്തവത്തിൽ പ്രതീക്ഷിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ എക്സ്ട്രീം എന്താണ്, അതിന്റെ ഏറ്റവും ഉയർന്ന അനുഭവം എന്താണ് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എല്ലാ സ്വാതന്ത്ര്യ ദിനങ്ങളിലും നാം സ്വാതന്ത്ര്യത്തെ കുറിച്ച് വാചാലമായി സംസാരിക്കുകയും ആ വിധമായിരിക്കുന്ന വസ്തുതകളെ കുറിച്ച് കാര്യമായി ചിന്തിക്കുകയും അത് സംബന്ധമായിരിക്കുന്ന പഠനങ്ങൾ നടത്തുകയും ചെയ്യുന്നവരാണ് നാം ഓരോരുത്തരും. എന്താണ് വാസ്തവത്തിൽ സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരൊറ്റ മനുഷ്യന്റെയും പോലും നിയന്ത്രണമില്ലാതെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ആ പ്രത്യേക ജീവിത അനുഭവത്തെയാണ് സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ എന്ന ഈ വലിയ രാജ്യത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ വിശാലത ഭയങ്കര വലുതാണ്. സാമ്പത്തിക സ്വാതന്ത്ര്യം, സാമൂഹിക സ്വാതന്ത്ര്യം, മതപരമായിരിക്കുന്ന സ്വാതന്ത്ര്യം, എഴുതുവാനുള്ള സ്വാതന്ത്ര്യം, മതം പ്രചരിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം, ഇങ്ങനെ സ്വാതന്ത്ര്യത്തിന്റെ ഓരോ വ്യത്യസ്തമായിരിക്കുന്ന തുറവികളെ, വ്യത്യസ്തമായിരിക്കുന്ന ഓരോ മേഖലകളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരൊറ്റ മനുഷ്യന്റെയും പോലും നിയന്ത്രണമില്ലാതെ നമുക്ക് എന്തും ചെയ്യാൻ കഴിയാവുന്ന, എന്തും ചെയ്യാൻ നമ്മളെ അനുവദിക്കുന്ന ആ പ്രത്യേക ജീവിത അനുഭവത്തെയാണ് നാം സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്ന് മനുഷ്യൻ മുറവിളി കൂട്ടുന്നത് 2 പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ്. ഒന്നാമത്തേത് ഫിനാൻഷ്യൽ ഫ്രീഡമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. രണ്ടാമത്തേത് സാമൂഹ്യ സ്വാതന്ത്ര്യമാണ്. ഈ 2 സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും സംഘടനകളും അതോടൊപ്പം തന്നെ സംഘം ചേരലുകളും ഒക്കെ വിവിധ ഇടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുകയാണ്. എന്താണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു മനുഷ്യൻ അവൻ ആഗ്രഹിക്കുമ്പോൾ അവൻ ഇഷ്ടപ്പെടുന്നതും അവൻ ആഗ്രഹിക്കുന്നതുമായ എന്തൊന്നിനെയും വില കൊടുത്ത് വാങ്ങാൻ കഴിയുന്ന അവന്റെ സാമ്പത്തിക ഭദ്രതയാണ് സാമ്പത്തിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാമൂഹിക സ്വാതന്ത്ര്യവും അത് തന്നെയാണ്. വലിയ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ലാതെ, നിയന്ത്രണങ്ങളില്ലാതെ സമൂഹത്തിൽ യഥേഷ്ടം അവന് സഞ്ചരിക്കാൻ കഴിയുന്ന ആ ജീവിത അനുഭവത്തെയാണ് സാമൂഹിക സ്വാതന്ത്ര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ 2 സ്വാതന്ത്ര്യം കൊണ്ടും വാസ്തവത്തിൽ മനുഷ്യൻ സ്വാതന്ത്ര്യം പ്രാപിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെല്ല് സംശയത്തോടുകൂടെ ആ വസ്തുതയെ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. ഒരു സാമ്പത്തിക സ്വാതന്ത്ര്യം ലഭിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയൊരു പാളിച്ച എന്ന് പറയുന്നത് വലിയ അഹങ്കാരിയായി തീരുമെന്നുള്ളതാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി ഉന്നത നിലവാരങ്ങളിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് ഈ രാഷ്ട്രത്തിലെയോ ഏതൊരു ഇടത്തെയായിരുന്നാലും അവിടുത്തെ ഭരണഘടനയോ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തെയോ പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ്. അവന്റെ കയ്യിലുള്ള പണം കൊണ്ട് അവന് കാര്യങ്ങളെ വശത്താക്കാൻ കഴിയും എന്നുള്ളത് സാമ്പത്തിക സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും ഒരു മനുഷ്യൻ ആഗ്രഹിക്കുന്നതിന്റെ പുറകിലെ രഹസ്യം എന്ന് പറയുന്നത് അവൻ എന്തിനേയും സ്വായത്തമാക്കാൻ കഴിയും, വരുതിക്ക് നിർത്താനായിട്ട് കഴിയും. ആരെയും ശങ്ക കൂടാതെ, ഭയം കൂടാതെ ആ മനുഷ്യന് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ സാമ്പത്തിക സ്വാതന്ത്ര്യം കൊണ്ട് മനുഷ്യൻ താല്പര്യപ്പെടുന്ന ഏറ്റവും വലിയ വസ്തുത. സാമൂഹിക സ്വാതന്ത്ര്യം അത് തന്നെയാണ്. യഥേഷ്ടം സമൂഹത്തിൽ ജീവിക്കുക, തോന്നിയ പടിക്ക് നടക്കുക. ഇത്തരത്തിൽ സാമൂഹിക സ്വാതന്ത്ര്യം വഴി വലിയ വിപത്താണ് വാസ്തവത്തിൽ ഓരോ മനുഷ്യനും ക്ഷണിച്ചു വരുത്തുന്നത് എന്നുള്ളതാണ് ഈ സന്ദേശത്തിലൂടെ ഞാൻ പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഈ 2 വസ്തുതകളും മനുഷ്യനെ വലിയ അപകടകരമായിരിക്കുന്ന അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. സ്വാതന്ത്ര്യം വേണ്ടെന്നോ സ്വാതന്ത്ര്യത്തിന് മധുരമില്ലെന്നോ എന്നോ അല്ല ഞാൻ പറഞ്ഞു വെക്കുന്നത്. തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിന് അതിൻ്റെതായിരിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്, ഇല്ല എന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ല. പക്ഷെ ഫിനാൻഷ്യൽ ഫ്രീഡം, മറ്റുള്ളവനെ ചൂഷണം ചെയ്യുവാനും സമ്പത്ത് ഒരു വിഭാഗത്തിന്റെ കയ്യിൽ സുരക്ഷിതമാക്കാനുമുള്ള ഒരു തത്രപ്പാട് തീർച്ചയായിട്ടും അതിനകത്തുണ്ടാകും എന്നുള്ളതാണ്.
ഇന്ന് ഇന്ത്യയുടെ ജനസംഖ്യയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പട്ടിണിയിൽ കിടക്കുന്ന ആൾക്കാർ, സാമ്പത്തികമായി വളരെ പിന്നാക്കം നിൽക്കുന്ന ഒരുപാട് ആൾക്കാരെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ഈ അടുത്ത സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ പറഞ്ഞ വാക്ക് ഇവിടെ ചേർത്ത് പറയേണ്ടിയിരിക്കുന്നു. 78ാം വാർഷിക സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോഴും എലിയെ ചുട്ടു കഴിക്കുന്ന ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അഥവാ സാമ്പത്തികമായും ദാരിദ്ര്യപരമായിട്ടും ആഹാരത്തിനുമൊക്കെ ഒരുപാട് പുറകിൽ ജീവിക്കുന്ന എത്രയോ മനുഷ്യരെ നമുക്ക് ഈ സമൂഹത്തിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ഭാഗത്ത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള നിലവിളിയും മുറവിളിയും ഉയരുമ്പോൾ ഇന്നും പച്ച ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന നൂറുകണക്കിന് ഇന്ത്യൻ ഗ്രാമങ്ങളെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. സാമ്പത്തിക സ്വാതന്ത്ര്യം ചില വ്യക്തികൾക്ക് മാത്രമല്ല, അത് ഇന്ത്യക്കാരന്റെ ഏറ്റവും അവസാനത്തെ ഇന്ത്യക്കാരനും ലഭ്യമാക്കാനുള്ള ഒരു ബാധ്യത തീർച്ചയായിട്ടും നമുക്കുണ്ട് എന്നുള്ള കാര്യം ഈ സന്ദേശത്താൽ ഞാൻ പറഞ്ഞു വെക്കാൻ താല്പര്യപ്പെടുകയാണ്. ഈ സ്വാതന്ത്ര്യം ചിലർ അവകാശപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവർ ദൈവത്തെ മറക്കുകയാണ് എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത്. ആഗോളപരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഗ്രഹം, ആഗോളപരമായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ദൈവത്തിന് പകരം നിൽക്കുന്ന ഒരു ആരാധനാമൂർത്തിയാണ് സാമ്പത്തികം എന്ന് പറയുന്നതിനകത്തും തർക്കമില്ല. കർത്താവായ യേശുക്രിസ്തു പറയുന്ന ഒരു വേദഭാഗം ഇതിനോട് ചേർത്ത് പറയുന്നതാണ്. നിങ്ങൾക്ക് ഒരേ സമയം 2 യജമാനന്മാരെ സേവിക്കാനായിട്ട് കഴിയത്തില്ല. ഒന്നുകിൽ നിങ്ങൾ ദൈവത്തെ സേവിക്കുക, അല്ല എങ്കിൽ നിങ്ങൾ മാമോനെ സേവിക്കുക. മാമോൻ എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് പണമാണ്, സാമ്പത്തികമാണ് അവിടെ യേശു ഉദ്ദേശിക്കുന്നത്. മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും വലിയൊരു മാധ്യമമായിട്ട് തന്നെയാണ് ഇന്ന് പണം, സമ്പാദ്യം അല്ലെങ്കിൽ സാമ്പത്തികം ഒക്കെ വർദ്ധിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് മനുഷ്യന് ദൈവഭയം നഷ്ടപ്പെടുത്തുന്നതിന് കാരണമായി തീരുകയാണ്. ഇന്ന് നമ്മൾ സമൂഹത്തിൽ കാണുന്ന ഏറെക്കുറെ പല പ്രശ്നങ്ങളുടെയും പുറകിലത്തെ രഹസ്യം എന്ന് പറയുന്നത് പണം തന്നെയാണ്. ആ പണം ഉണ്ടാക്കാനോ പണം സംരക്ഷിക്കാനോ ഉള്ള മനുഷ്യന്റെ വല്ലാത്തൊരു വ്യഗ്രതയാണ് ആ ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം ആവശ്യപ്പെടുന്ന ഏതൊരു വ്യക്തിയും ആഗ്രഹിക്കുന്നത് ദൈവത്തിൽ നിന്നുള്ള ഒരു അകൽച്ചയാണ്, ദൈവത്തിൽ നിന്ന് മാറുക എന്നുള്ളതാണ്. നമ്മൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് മുറവിളി കൂട്ടുമ്പോൾ സ്വാതന്ത്ര്യം ഏതറ്റം വരെ ചെല്ലുന്നു എന്നുള്ളത് ഇന്ന് ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ അനുസ്മരിക്കുന്നതും ചിന്തിക്കുന്നതും വളരെ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുകയാണ്. സാമ്പത്തിക ഫ്രീഡം, ഫിനാൻഷ്യൽ ഫ്രീഡം വാസ്തവത്തിൽ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. നമുക്ക് ജീവിക്കാനും നമ്മുടെ കാര്യങ്ങൾ നടത്താനും നമ്മുടെ മക്കളെ പഠിപ്പിക്കുവാനും ബാക്കി കാര്യങ്ങൾക്കൊക്കെ സാമ്പത്തികം ആവശ്യമാണ്. എന്നാൽ അത് ഓരോ വ്യക്തിക്കും ലഭ്യമാകേണ്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് എന്നുള്ളത്. ഒരു മനുഷ്യൻ തീരെ ദരിദ്രനായി ജീവിക്കുകയും എന്നാൽ ചില വ്യക്തികളിൽ മാത്രം സമ്പത്ത് ഒതുങ്ങുകയും ചെയ്യുന്നത് തീർച്ചയായിട്ടും അതൊരു വല്ലാത്ത അവസ്ഥയാണ്, ഒരു ദുരവസ്ഥയാണ് എന്ന് പറയാതിരിക്കാനായിട്ട് കഴിയത്തില്ല. സാമൂഹിക സ്വാതന്ത്ര്യമാണ് മനുഷ്യൻ മുന്നിലേക്ക് വെക്കുന്ന അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്. സമൂഹത്തിൽ എങ്ങനെയും ജീവിക്കാം, തോന്നിയ പഠിക്ക് നടത്താം, ഒരു നിയന്ത്രണവുമില്ലാതെ വിധേയത്വമില്ലാതെ ജീവിക്കുക. ഇത് മനുഷ്യൻ ഇന്ന് കൊതിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. എന്താണ് അതുവഴിയുള്ള ദോഷം എന്ന് പറയുന്നത്? ഇന്നത്തെ യുവതലമുറയിൽ നമ്മൾ കണ്ടുവരുന്ന മയക്കുമരുന്ന്, കഞ്ചാവ്, അതോടൊപ്പം തന്നെയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം, ഇത് സാമൂഹിക സ്വാതന്ത്ര്യത്തിന്റെ ഒരു ഭാഗമായിട്ടാണ് നമുക്ക് കണക്കാക്കാനായിട്ട് കഴിയുന്നത്. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് മുതിർന്ന ആൾക്കാരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും ബസ്സിൽ സഞ്ചരിക്കുകയാണെങ്കിൽ മുതിർന്ന ആൾക്കാർ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർക്ക് സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഒരു ചെറുപ്പക്കാരന്റെ അടുക്കൽ പോയി എന്തിനാ ഇവിടെ നിൽക്കുന്നത് എന്ന് പോലും ചോദിക്കാൻ കഴിയത്തില്ല. അവന്റെ കയ്യിൽ എന്ത് ടൂൾ ഉണ്ടാകുമെന്ന് അറിയാൻ പാടില്ല. എപ്പോഴാണ് അടി കിട്ടുന്നതെന്ന് പറയാൻ കഴിയാത്ത നിലവാരത്തിൽ, പാടില്ലാത്ത നിലവാരത്തിൽ ഇന്ന് സമൂഹം വളരെ വഷളത്വത്തിലേക്ക് പോവുകയാണ്. സാമൂഹിക സ്വാതന്ത്ര്യം വഴി മനുഷ്യൻ അവന്റെ അഴിഞ്ഞാട്ടമാണ് ആഗ്രഹിക്കുന്നത്, അവന്റെ കുത്തഴിഞ്ഞ ജീവിതമാണ് ആഗ്രഹിക്കുന്നത്, റെസ്ട്രിക്ഷൻസ് ഇല്ലാത്ത ഒരു ജീവിതമാണ് വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത്. ദൈവത്തെയോ മനുഷ്യനെയോ ഇവിടുത്തെ ഭരണഘടനയോ നിയമങ്ങളെയോ അതിന് ചുക്കാൻ പിടിക്കുന്ന ആൾക്കാരെയോ ലേശഭയമില്ലാതെ മനുഷ്യൻ ഇന്ന് സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എവിടെയെല്ലാമാണ് എത്തിപ്പെട്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഈ സന്ദേശം കേൾക്കാൻ കഴിയുമ്പോൾ ചിന്തിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. സ്വാതന്ത്ര്യം നമുക്ക് വേണ്ടേ? തീർച്ചയായിട്ടും നമുക്ക് സ്വാതന്ത്ര്യം ആവശ്യമാണ്. സാമൂഹിക സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യം നമുക്ക് ആവശ്യമാണ്. എന്നാൽ അതിന് ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു പരിമിതിയും ഒരു ബൗണ്ടറിയും ഉണ്ട്. അത് എക്സീഡ് ചെയ്യുമ്പോൾ, അത് അതിക്രമിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങൾ ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുകയാണ്. 78ാം വാർഷിക സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ നമ്മൾ വിഭാവന ചെയ്യുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നതും എല്ലാ മനുഷ്യർക്കും ഒരുപോലെയുള്ള നീതിയും ഒരുപോലെയുള്ള സംരക്ഷണവും വാഗ്ദാനം ചെയ്യുന്നതായിരിക്കണം ഈ സ്വാതന്ത്ര്യം എന്ന് ഞാൻ പ്രതീക്ഷിക്കുക. ഈ സന്ദേശം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുക.
സ്വാതന്ത്ര്യ ദിനത്തിൽ മാത്രമല്ല നാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ കുറിച്ച് ബോധവാന്മാരാകേണ്ടുന്നത്. സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യർക്കും നമുക്കും ഒരുപോലെ ഉറപ്പുവരുത്തേണ്ടുന്നതാണ്. അതുകൊണ്ട് സാമ്പത്തിക സ്വാതന്ത്ര്യമായിരുന്നാലും സാമൂഹിക സ്വാതന്ത്ര്യമായിരുന്നാലും നമുക്കെന്നതുപോലെ മറ്റുള്ളവർക്കും അത് അനിവാര്യമാണ് എന്ന് ചിന്തിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ വചനം കേട്ട എല്ലാവരെയും ഞാൻ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.